ട്രെൻഡ് മാറുക. എൻ്റെ കിളി പോയി. എനിക്കിപ്പോൾ ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ താങ്ക്സ് ഉണ്ട് കേട്ടോ, വളരെ നന്ദി. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. ആണോ കഴിച്ചോ? കഴിക്ക്. ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മുക്കുട്ടൻ്റെ ഇന്നത്തെ 6ാമത്തെ പിറന്നാളാണ്, ജൂൺ 2. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നുമില്ല, ചെറിയൊരു കേക്ക് മുറിക്കുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേക്കൊക്കെ മുറിക്കുമെന്ന് കാണുമ്പോഴത്തേക്ക്. അപ്പോൾ ഒരു 2 മാസം മുമ്പ് തൊട്ട് തന്നെ പുള്ളിക്കാരത്ത് ഇതിങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ബർത്ത്ഡേയുടെ ഡേറ്റ്. അപ്പോൾ ഞങ്ങൾ കേക്കെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ള കുറേ ഫ്രണ്ട്സും അവരെയൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഞങ്ങൾ പയ്യെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം കേക്ക് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലുള്ള പരാഷേ കഫേ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. അപ്പം അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാം. അപ്പം ഞങ്ങൾ പയ്യെ അങ്ങോട്ട് നീങ്ങും. എൻ്റെ കൂടെ നമ്മുടെ വൈഫിൻ്റെ കസിനും ഉണ്ട്, നമ്മുടെ അനീച്ചാർ. അതാണ്ട് ഒരു ഹായ് പറഞ്ഞേടാ കൂട്ടപ്പ. അപ്പം ഞങ്ങൾ ഇനി പയ്യെ അങ്ങോട്ട് നീങ്ങുക കേട്ടോ. അപ്പം ഇനി ഞാൻ എൻ്റെ ക്യാമറ ഞാൻ അവനെ ഏൽപ്പിക്കുക. ഇനി ഇവനാണ് നമ്മുടെ ക്യാമറാമാൻ. കൂട്ടപ്പ ക്യാമറ അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് പൊളിച്ചോ. ഓക്കെ, അപ്പം പയ്യെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ നേരെ നമ്മൾ ആദ്യം കേക്ക് മേടിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സും അവിടെ നിന്ന് തന്നെ നമ്മൾ മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം മേടിച്ച് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇനി തിരിച്ച് വരണം. അമ്മൂട്ടനാണ് അവിടെ പുതിയ ഉടുപ്പൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലിലാണ്. അപ്പം അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ട്. എന്നെ പെട്ടെന്ന് പോയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ പയ്യെ പോയിട്ട് സാധനമെല്ലാം മേടിച്ചിട്ട് വരാം. സൗണ്ട് കുറയ്ക്കട്ടെ, ഒരു മിനിറ്റ്. ഗൈസ്, ഞങ്ങളിപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് പരാഷേ കഫേ വരെ അറൗണ്ട് ഒരു 15 കിലോമീറ്റർ അടുത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് അവരെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയെന്ന് എന്നെ ഇപ്പോൾ വിളിച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടിരിക്കുക. നമ്മൾ ഒന്നും കൂടെ അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. കോൺടാക്റ്റ് ചെയ്തിട്ട് ഞങ്ങളങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. നമ്മളൊരു 7 മണിയല്ലേ ഇവരോട് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. പയ്യെ പോയിട്ട് ഇനി അവിടെ പോയി അത് കളക്ട് ചെയ്യണം. ആ കേക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ ഓർഡർ കൊടുക്കുന്നത്. അവർ നമ്മൾ പറഞ്ഞ ഉടനെ എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് തന്നെ പറഞ്ഞു തന്നു. കാരണം അപ്പം നമുക്കേ അവരെ ഒന്ന് വിളിക്കേണ്ട. കാരണം സാധനം അവിടെ എത്തിയിട്ടുണ്ടോ, സാധനം റെഡി ആയിട്ടുണ്ടോ എന്നല്ല നമ്മൾ പോസ്റ്റ് ആയെങ്കിലോ നമുക്ക് ചോദിച്ചു നോക്കിയല്ലോ. അവർ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം നമുക്ക്. ഞാൻ ഓൾറെഡി പരാഷേ കഫേ എത്തേണ്ട ഒരു മിനിറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് അവരോട് വിളിച്ച് ചോദിക്കാം നമുക്ക്. ഹലോ, എവിടാണ്? ഹലോ, കേക്കാവോ? റെഡിയാണോ? എൻ്റെ മോനെ പൊളി. പിന്നെ അല്ല, അതെ ഞങ്ങളിപ്പോ വന്നോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇറങ്ങി കേട്ടോ, വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയേ. ഓക്കെ, സംഗതി പൊളിയല്ലേ? ഓക്കെ ഇതാ വരുമോ? ഓക്കെ സംഗതി നല്ല കിടിലാന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ നോക്കട്ടെ പോയി. അവരെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. കാരണം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ്. എന്നാലും നമ്മളൊന്ന് വിളിച്ചിട്ട് പോയേക്കാന്ന് വെച്ചു. അത് നേരം അവിടെ പോയി പോസ്റ്റ് അടിക്കണ്ടല്ലോ.
ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ പരാശ കഫേ ഇരിക്കുന്നതിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് അതേണ്ടേ ഇതാ ഒന്ന് കാണിച്ചു കൂട്ടാ. കണ്ടോ അതാ കണ്ടോ വേണ്ട ഇതാണ് സംഗതി. അപ്പം ഞാൻ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് പോയിട്ട് സാധനം എടുക്കണം. ഇതാണ് സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ കേക്ക് ഓർഡർ ചെയ്ത് പരാശ കഫേ എന്ന് പറഞ്ഞത്. ഇത് തില്ലൈ നഗർ ഫസ്റ്റ് ക്രോസിലാണ് ഇതുള്ളത്, ഈ കഫേ ഉള്ളത്. അപ്പം നമ്മൾ കേക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി ഞാൻ നിറയെ പ്രാവശ്യം ഫുഡ് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് ഞാൻ കേക്ക് ഓർഡർ ചെയ്യുന്നത്. സോ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഗൈസ് ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പരാശ കഫേ. ഇവിടുന്ന് ഇനി ഞങ്ങൾ പയ്യെ ഞങ്ങളുടെ കേക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകണം. അപ്പം നിങ്ങൾ ഇതിനകം കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാനൊരു ചെറിയ റീല് മാത്രമേ പണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പിടിച്ച് ഞങ്ങളൊരു റീല് മാത്രം ജസ്റ്റ് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതാണ് സംഗതി, നോക്കിക്കോ. എന്നാൽ പോരെ. എൻ്റെ മോനെ അതെ ഇതാണ് ഞാൻ അവിടുന്ന് വന്നപ്പോൾ ഞാൻ വിളിച്ച പാർട്ടി. ഇത് എന്തിരിക്കുന്നു ഭായി? സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ട് പോകുന്നു. എന്നാണ്ട് വിശേഷം? ട്രെൻഡ് മാറുകയാണെന്ന്. ഇതുണ്ടോ പുതിയതായിട്ട് കാത് കുത്തി കണ്ടുകേട്ടെ. ഇങ്ങോട്ട് വെള്ളോ? ഇത് മൊത്തം സോൾട്ട് ആൻഡ് പേപ്പറാ. ആരും കാണണ്ടല്ലോ എന്നോട് തൊപ്പിയെടുത്ത് വെച്ചതാ. പയ്യെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഇതേണ്ടേ ഒരു മിനിറ്റ് കേട്ടോ. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞത് നമ്മുടെ കേക്ക് ഇതേണ്ട ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതേതാ ഈ സാധനം? അത് എന്താ ഫ്ലേവർ ഏതാ? ഓ ശരിക്കും പറഞ്ഞാൽ ഇതല്ല കേട്ടോ നമ്മുടെ തേണ്ട ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അടിപൊളി. ഓ ഒരു രക്ഷയില്ല. വേണ്ട ഇതാണ് സാധനം. കണ്ടോ ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ട്. അയ്യോ കാണുന്നില്ല. അതെ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. ഇത് നമ്മൾ കസ്റ്റമായിട്ട് പറഞ്ഞെടുത്താണ്. നമ്മുടെ അമ്മൂസിൻ്റെ പേരൊക്കെ വെച്ച് നല്ല പൊളിയായിട്ട് അടിപൊളി. ഓ സൂപ്പർ. പോകണം. അയ്യോ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ കണ്ടതിനെക്കാട്ടും ഞാൻ കണ്ടതിനെ കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച ആ സാധനം ഞാൻ എൻ്റെ കിളി പോയി. എനിക്കിപ്പോൾ ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ കൊടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ, ഒരു ചെറിയൊരു ഫോട്ടോ മാത്രമേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയ്ക്കകത്ത് കാണുന്നതിനെക്കാട്ടും അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്, ഒന്നും പറയാനില്ല. കിടില. ഞാനിവിടെ ജസ്റ്റ് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ കാണിക്കുക, അവരുടെ കേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതാ നിങ്ങളെന്താ വിചാരിച്ചേ? ഇതിൻ്റെ റൂഫ് ഒരു മിനിറ്റ്, ഇതിൻ്റെ റൂഫിലുണ്ട് നമ്മൾ മേളത്തെ ഭാവം. ഞാൻ കാണിക്കാം. പിന്നെ ഇത് നോക്കട്ടെ, നമ്മുടെ സെറ്റപ്പുകളൊക്കെ ഒന്ന് പറയട്ടെ ഇവരോട്. ഇതെന്താ ഇത് കേക്കാണ് ഇത്? ഓ ഏത് അത്? ഓക്കെ അതെന്താ സംഭവം? എന്നാ അതെങ്ങനെയാ അത്? ഓക്കെ ഓ അതിൻ്റെ രീതിയിലുള്ള ചെയ്തു തരും. സെയിം തന്നെ. ഓ അഴകുള്ളല്ലോ. നോക്കട്ടെ ആണ്ടേ. വാവ് അടിപൊളി. ആ ടേസ്റ്റ് ചെയ്യണേ. ഇവിടെ നീ ഇപ്പം എന്ത് കഴിച്ചാലും ഫ്രീയാ, നീ വേണമെന്ന് എടുത്തോ. എന്താ പൈസ ഒന്ന് കാണിച്ചേ പറഞ്ഞതിന് ശേഷമുള്ള. ഓക്കെ ഓക്കെ എനിവേ നമ്മുടെ എല്ലാം സെറ്റായോ ബൈ? ഇതുകൊണ്ട് ഇതിനകമാണ് നല്ല അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം അറേഞ്ച് ചെയ്ത് റെഡിയാക്കി. ഇതിനകത്ത് പെർമിഷൻ ഒന്നും ഇല്ലാത്തതാണ് കേട്ടോ, നമ്മളായോണ്ട് കയറ്റി വിടുന്നതാണ്. നല്ല പറപ്പിച്ചിട്ട് ഇടും. ഓക്കെ 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 ഫൈൻ. ഇതിൻ്റെ മേൽഭാഗം ഇതിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ മേൽഭാഗത്തോട്ട് കാണിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അയ്യോ നല്ല തിരക്കാണല്ലോ, എല്ലാവരും ഇതിനകത്തുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാവേ. വേണ്ടിതാ നോക്കണേ, കണ്ടോ ഇതാണ് ഇതിനകത്തുള്ള ഭാഗം. അതായത് ജസ്റ്റ് നമുക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്.
അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്നാണെന്നറിയാമോ, ഞാൻ പറയാൻ കാരണം നമുക്ക് അതായത് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ ചെറിയൊരു പാർട്ടി ബർത്ത്ഡേ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വരണമെങ്കിൽ ധൈര്യപൂർവ്വം ഇങ്ങോട്ട് പോരാം, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, പൊളി സാധനം. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ വന്നപ്പം അന്ന് ഞാൻ വൈകുന്നേരം വന്നത്, എനിക്കത് അങ്ങോട്ടും ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വ്യൂ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാവും. നോക്കണേ, കണ്ടോ? അതായത് നിങ്ങൾക്കൊരു ഫാമിലിയോടെ വന്നിരുന്ന് സൂപ്പറായിട്ടിരുന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇതിപ്പം കപ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, കപ്പിൾസൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ഫ്രണ്ട്സ് കപ്പിൾസ് അവർക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. അതായത് നമുക്ക് ഫീലായിട്ട് നല്ല ഫീലോടെ ഇരുന്ന് ഇവിടുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കഫേയാണ്. സോ എൻ്റെ പ്രിഫറൻസ് ഞാൻ പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കഫേയായിട്ട് ഞാൻ പറയുന്നല്ല, നിങ്ങളത് പ്രത്യേകം ഓർക്കുക. ഞാനിത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ നിങ്ങളിൽ എത്തിക്കുകയാണ്. യൂട്യൂബിനകത്ത് ഞാൻ റീൽസിനകത്ത് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, തീർച്ചയായിട്ടും ഇവിടെ വരണം. തൃശ്ശിയിലുള്ള എല്ലാവരും കണ്ട് ഇവിടെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഫുള്ളായിട്ട്. ഓക്കെ, പേര് നടത്തി കണ്ടോ, അടിപൊളിയല്ലേ സാധനം എത്തിയിട്ടുണ്ട്. എൻ്റെ ക്യാപിച്ചിനോ, ഇതവൻ്റെ വെറി 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 ഫലൂഡ, ഇതാ സാധനങ്ങൾ. എൻ്റെ മോനെ അത് തകർത്ത കേട്ടോ. പൊളി, എൻ്റെ പോകുന്നുണ്ടോ? ഇത് ക്യാപിച്ചിനോ ഉണ്ടോ? ക്യാപിച്ചിനോ സാധനം വേണോ? ടേസ്റ്റ് ചെയ്ത് നോക്കണം. അടിച്ച മോനെ, എങ്ങോട്ട് തുറന്നേ, ടേസ്റ്റ് ചെയ്യട്ടെ. സാധനം കൊള്ളാം. ആദ്യത്തെ മേഴത്തെ സ്റ്റിക്ക് എടുത്ത് വയറ്റോട്ട് അടിച്ചു. എങ്ങോട്ടാ, നല്ലതാണോ? ഒരു കപ്പ് അടിക്കണുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാപ്പി തന്നെ ചെയ്യും. ഞാൻ നോക്കട്ടെ, ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാവേ. മുത്തിരി കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മധുരം പോകുമായിരിക്കും. ഐസ്, എൻ്റെ മോനെ പൊളി. ഇതെന്നടാ വരാത്തെ? കൊള്ളാവേ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസായിരുന്നു. നീ ഇതാ പിടിച്ചു. ഞാനേ ശരിക്കും പറഞ്ഞല്ലോ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഞാൻ ഈ കാപ്പി പറഞ്ഞപ്പം അത് കുടിച്ച് കഴിഞ്ഞാൽ അത് കഴിച്ച് കഴിഞ്ഞിട്ടേ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മധുരം കിട്ടത്തില്ല, ഇതിന് ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല. പക്ഷേ അത് പൊളിയായിരുന്നു. നമ്മൾ ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ ട്രൈ ചെയ്യാം. ഇവൻ കഴിച്ചിട്ട് പോട്ടെ. ഇവൻ ഇനിയിപ്പോൾ നാളെ നാട്ടിൽ പോകും. അപ്പോൾ ഇവിടുന്ന് ഇനി എങ്ങനെയൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ മോനെ പോളി, ഒന്നും പറയാനില്ല, കിടുന്ന സാധനം. വിഷമം അല്ല, മീൻസ് പണിയെടുക്കുന്ന മുതലാളി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ എന്തല്ലേ. അത് കുഴപ്പമില്ല. അടിപൊളി, കൊള്ളാം കേട്ടോ. ഇതാണ് നമ്മുടെ കേക്ക്, നമ്മൾ ഓർഡർ കൊടുത്ത കേക്ക്. ഞാൻ എന്താ ഇതിനകത്ത് ജസ്റ്റ് ഇത്ര പറഞ്ഞുള്ളൂ. ഞാനൊരു ഫോട്ടോ അയച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇതുപോലൊരു കേക്ക് വേണമെന്നേ പറഞ്ഞു. പക്ഷേ അമേസിങ്, ഒന്നും പറയാനില്ല, നല്ല പൊളി സാധനം. ഞാൻ കൊടുത്ത ഫോട്ടോയെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്നും ഇല്ല, ഒരു രക്ഷയില്ല കേട്ടോ. ഇതാരും നമ്മൾ ചെയ്യുന്നേ ആണോ? ഓ അടിപൊളി, കൊള്ളാം, ഒന്നും പറയാനില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കിടിലൻ സാധനം. മലയാളി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവരെല്ലാം. സോ അതിൻ്റെ പേര് ഞാൻ പറയുന്നതല്ല, ഇത് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടുന്ന് കേക്ക് ഓർഡർ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കിങ്സിൽ നിന്നായിരുന്നു. ഇവിടുന്ന് ഞാൻ ഓർഡർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ അടിപൊളി, ഒന്നും പറയാനില്ല. ഞാൻ ഇന്നത് എടുത്തെടുത്ത് പറയുകയാണ് വീണ്ടും. ഒരു രക്ഷയില്ല, കിടിലൻ സാധനം. എന്തായാലും പറഞ്ഞേ, അതായത് പുതിയ മോഡൽ വരുമ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അവൾക്ക് ശരിക്കും പറഞ്ഞോ, ഈ പെപ്പാപ്പിക്കിൻ്റെ ഒരു വലിയ ഫാനാണ്. അപ്പം എന്നോട് പറഞ്ഞു, അവള് എങ്ങാണ്ടൊരെണ്ണം കണ്ടപ്പം പറഞ്ഞു എനിക്ക് പെപ്പാപ്പിക്കിൻ്റെ ടൈപ്പുള്ള കേക്ക് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം എനിക്കിത് ഈ കഥകളൊന്നും അറിയത്തില്ല. അപ്പം വൈഫാണ് പിന്നെ എനിക്ക് അയച്ചു തന്ന ഇടാം. അപ്പം ഇതിൻ്റെ കുറേ
ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ അവൾ അതൊക്കെ കുറേയൊക്കെ പാഷൻ അതൊക്കെ ഒന്ന് മാറ്റി, അതൊന്നും വേണ്ട, ഇത്രയും മാത്രം വെച്ചാൽ മതി. അതാണ് ഞാൻ ഫോട്ടോയ്ക്കകത്ത് പറഞ്ഞത്, മരം വേണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. മഴയൊന്നും വേണ്ട, എനിക്ക് ഇത്രയും വെച്ച് കിട്ടിയാൽ മതി. നല്ല അടിപൊളിയായിട്ട്, നല്ല അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്നത്. അതെ 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 അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഫോട്ടോ, അതേ ഇപ്പോൾ പറഞ്ഞേ, ഫോട്ടോയെ കണ്ട പോലെ അല്ല, അടിപൊളി, അതിനെക്കാട്ട് കിടലാണ് കേട്ടോ. അതേ ചോദിച്ചു ഇത് ഇതിൻ്റെ അത് നമ്മൾ ഏതായാലും ഫ്ലേവർ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? സ്പാനിഷ്. ഇതൊന്നും ഞാൻ സ്ഥലം പറഞ്ഞല്ല, പാർട്ടി തന്നെയാണ് പറഞ്ഞത് സ്പാനിഷ് നല്ലതാണ്. ഇനി ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ പറയാം ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആണെങ്കിൽ ബോക്സിലാക്കണം. അപ്പം അവരത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോക്സിലാക്കിയിട്ട് മറ്റേ നമ്മുടെ സ്നാക്സ് എല്ലാം ഒരു ബോക്സിനകത്ത് തന്നെയല്ലേ അയക്കാതിരിക്കുന്നത്? അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ അതേ ഒരു കോഫി മേടിച്ചു, അതും നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു ക്യാപ്ച്ചിനോ ഇവിടുന്ന് അടിക്കുന്നത്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവൻ അടിച്ചു. നീ ഏതാ ഐസ്ക്രീം അടിച്ചത്? ഫലൂഡ. അതിൻ്റെ പേരെന്നായിരുന്നു? ഫലൂഡയോ എന്നാ പേര്? എങ്ങനെ ഉണ്ടായിരുന്നത് അത്? നാട്ടിൽ ചെന്ന് പറയുമോ? ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് നമ്മുടെ താറിൻ്റെ ജീപ്പിൻ്റെ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇത് ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന്. അപ്പം പറഞ്ഞത് ഈ സാധനത്ത് ഇതുപോലെ തന്നെ കേക്ക് ഇവർ റെഡിയാക്കി തരുമെന്നാണ് പറഞ്ഞത്. ഇത് നമ്മളെങ്ങനെയാണ് ഇത് കേക്ക് റെഡിയാക്കി കൊടുക്കുമോ? ഇത് എത്ര kg മിനിമം വേണം? 7 kg. 7 kg ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാ? 3 കിലോ. അപ്പം ഇതിന് 3, അതായത് സ്റ്റാർട്ടിങ് 3 കിലോയിൽ നിന്ന് കുറഞ്ഞത് 7 കിലോ ഉണ്ടെങ്കിൽ ഈ ഒരു പഞ്ച് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ 3 കിലോ. 7 കിലോ ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് കിട്ടുക. 3 കിലോ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും, പക്ഷേ ഇത്രയും ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല കേട്ടോ. അടിപൊളി. കേക്ക് വെക്കാൻ വേണ്ടി ഒരു ബോക്സ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറ്റിയിട്ട് നേരെ വണ്ടിക്കകത്തോട്ട് കയറ്റുക. അടിപൊളി. പാക്ക് ചെയ്തകത്ത് കയറ്റി അല്ലേ? ഓക്കെ. എൻ്റെ മോനെ അകത്ത് കയറ്റി സെറ്റായി. ഇതിപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാണല്ലോ, ഇത് എത്ര നേരം ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്ന് നമുക്ക് പോകാൻ പറ്റും? 1 hour മെൽറ്റ് ആകത്തില്ല. കൂളിങ് അതായത് കൂളിങ്ങോടെ കഴിക്കണം എന്നാണ് പറയുന്നത്. അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെ ടേസ്റ്റ് മാറിയോ? മെൽറ്റ് ആകത്തില്ല. അത് നിങ്ങളിത് തന്നുവിടണം, എന്നാലും ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ വരാം. എങ്ങനെയാണെന്ന് പറയാൻ. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഓ അടിപൊളി. ഓ അടിപൊളിയാണല്ലോ. ഇതിൻ്റെ ഡിസൈനിങ് പരിപാടിയൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണോ അതോ നോർത്ത് ഇന്ത്യൻസ് ആണോ അതോ ആണോ? ഓക്കെ ഓക്കെ. ഇവിടെ നിന്നെല്ലാം പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ തിരിച്ച് വീട്ടോട്ടാണ്. ഇപ്പോൾ അവിടെ നിന്ന് വിളി വന്നു കഴിഞ്ഞു. അവരെല്ലാവരും ഫ്രണ്ട്സൊക്കെ 1-2 പേരൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അപ്പം ഞങ്ങളിവിടെ നിന്ന് തിരിക്കുവാണ്. ഇനിയിപ്പം അവിടുത്തെ കേക്ക് കട്ടിങ്ങും പാവമൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം കേക്ക് എങ്ങനെയുണ്ടെന്നും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വന്നതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം.
കേക്കിനെ കൊല്ലുന്ന കണ്ടോ. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഇതുണ്ടോ, ഇതൊക്കെ പഠിച്ചോട്ടെ, ഇനി നിങ്ങൾക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. ആ കുഞ്ചൂസ് അല്ല ഇത്. ഓ, അത് 90s കേക്കിങ്ങുണ്ട്. കേക്കിനോട് പറയണം, കേക്കിന്റെ അഭിപ്രായം പറഞ്ഞാൽ വരത്തുള്ളൂ. കേക്കിങ്ങുണ്ട്. ആണോ, കഴിച്ചോ? പക്ഷേ കഴിക്ക്. വരേഷ കഫേ സാധനമാണോ? എടാ നല്ലതാണോടാ ഇത്? ആണോ? അല്ല, എന്തൊരു പേര് പറഞ്ഞായിരുന്നു അതിനാ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? കേക്ക് എങ്ങനെയുണ്ട് നോക്കി പറടാ. നല്ല ടേസ്റ്റാ. കേക്ക് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നവരാ. ആ പൊളിസാനല്ലേ? പരാശ കഫേ, തില്ലേ നഗർ, ഫസ്റ്റ് ക്രോസ്. ഇവരോട് ചോദിക്കട്ടെ. ആ കേക്ക് കഴിച്ചവരായിരിക്കും ഉള്ളത്? കേക്ക് കഴിച്ചവരൊക്കെ കേക്ക് ടേസ്റ്റ് ചെയ്തവരായിരിക്കും ഉള്ളത്? എങ്ങനെയുണ്ടാ കേക്ക്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആ ഇവിടെ ഇത് പറയിക്കുന്നല്ലോ കേട്ടോ, ഇവർ തന്നെ പറയുന്ന. ആ ഇവിടെ പറഞ്ഞ് എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെയുണ്ട്? ആ ഇനി ഇത് എവിടുന്നാന്ന് ചോദിക്കുന്നോടെ. ആ പക്ഷേ എൻ്റെ മോളെ ആണല്ലേ? ഓ അടിപൊളി. കഴിച്ചോട്ടെ. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ തുടങ്ങിക്കേ. കുഞ്ഞാണ്ടി ഒരു പാട്ട് പാടിയാലോ? അല്ലടോ, താൻ പാടുകൂടോ? തന്നെ കൊണ്ട് ഞങ്ങൾ ഒരു പാട്ട് പാടി തീരി. അത്രേ ഉള്ളൂ. ഏതാ? ആ നിതിൻ. ആ ഞാൻ പിടിച്ചോളൂ. ആ ഒരൊറ്റ പാട്ടിലാ വീണേ. ഇനി വേറെ 6 മില്യൺ പോയി പാടാൻ അനുവദിക്കുന്നത് ഞാൻ അനുഭവിക്കാം. ഇനി ഒരു പെണ്ണിന് ഈ ഗതി വരുന്നത് എന്റെ പൊണ്ണിയൊക്കെ. അതെ, ആ പാട്ട് പറഞ്ഞേ. കരോക്കെ എന്തിയടാ? ആ കരോക്കെ എന്തി? ആ പാട്ട് പറ. അല്ല കരോക്കെ നമ്മൾ ഫോൺ. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. അടുത്തരാ ഇവിടെ ചാൻസ് ആർക്കാ? നമ്മളെല്ലാവരും ആദ്യം നമ്മളെവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആദ്യം ഞങ്ങൾ പാടും, അത് കഴിഞ്ഞ് ബാക്കി നിങ്ങൾ ഏറ്റുപിടിക്കുന്നു. ആണോ? അല്ലേ? ഇഷ്ടമുള്ള താളമുള്ള ഒരു പാട്ട് കളിക്കണം. എങ്ങനെയാണ്? മുടിച്ചതിൽ മരിക്കൊഴിച്ചിട്ട് വലിച്ചു കെട്ടണ ചങ്ങായി, മുട്ടപ്പത്തിരി മട്ടഞ്ചാറിൽ ഉടച്ചു തിന്നണ ചങ്ങായി. ഞാനും
കൂടെ മക്കസായി മക്കസായി റംബംബോ 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 ഏതാണെന്ന് പാടിക്കോ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് പാട് നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് പാട് ഏതാണെന്ന് പാടി അമ്പലന്മാരുടെ പൂരം ഞാനും വരാ കിലുകിൽ പമ്പർ അടിച്ചു കിലുകിൽ പമ്പർ നല്ല പാട്ട് ഓളം പാട്ടാണ് ഓളം പാട്ട് നല്ല അടിപൊളി ആണ്. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ് സമ്മാനം വാഴണ തുഴയറയും അങ്ങേ കടലിലെ പള്ളിയുറങ്ങാൻ മൂപ്പരും തോണനേ അന്തിക്കടപ്പുറത്തോരോലക്കൂടെ നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ് മറ്റേ നിങ്ങൾ പറഞ്ഞ സാധനം വന്നില്ല. അതല്ല, ഇടയ്ക്ക് എന്തോ സാധനം ഉണ്ടായിരുന്നല്ലോ. ഞാനും കണ്ടേ ഞാനും കേട്ടേ
മറ്റേ കബഡി 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 മറ്റേ പാടുന്നതിലടക്കി നമ്മളാക്കിയായിരുന്നു പറഞ്ഞോണ്ട്. എല്ലാരും പാടുമ്പോ കുഴപ്പമില്ല. കുമിളി 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 കുമിളി. ഞാനും കണ്ടേ ഞാനും കേട്ടേ കുമിളി കുമിളി കുമിളി. എടി ഹലോ ഞങ്ങൾ ആദ്യം എടുത്ത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്നും റെക്കോർഡായില്ല. വീണ്ടും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണമല്ലോ ഇത്. എടി അനുവേ ഒന്നും കൂടെ പറയാമോ ഇച്ചിരി മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ? അനുമോളെ എടി താങ്ക്സ് ഉണ്ട് കേട്ടോ, വളരെ നന്ദി. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്നായിരുന്നു പറഞ്ഞത്? ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു. ആദ്യം റെക്കോർഡ് ചെയ്തെല്ലാം എടി കട്ടായി പോയി, അറിഞ്ഞില്ല. അതാ കേക്ക് കെട്ടിയില്ല. എന്റെ കേക്ക് കെട്ടിക്കൊണ്ടിരിക്കണേ. എടാ നമ്മൾ കാണിച്ച ഇത് പോയാ എൻ്റെ അനുക്കുഞ്ഞിനും ശരത്ത് കുഞ്ഞിനും ഉള്ള അവിടെ തന്നു വിട്ട ഗിഫ്റ്റ് കേട്ടോ. ഇത് അടിപൊളി കേട്ടോ, താങ്ക്സ് ഉണ്ടേ. ഇത് ബണ്ടിൽ ഓഫ് റോസസ്, അത് പറഞ്ഞില്ല എന്നാടി? അമ്മസിനുള്ളത് കേട്ടോ, നമ്മൂട്ട നിനക്കുള്ളത് കേട്ടല്ലോ. എനിക്കുഞ്ഞ താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക് യു. വേണ്ട ഇതാണ് വ്യക്തി. ഈ റോസും ഈ കേക്കും ഞങ്ങൾക്ക് അയച്ചു തന്ന വ്യക്തിയാണ് വേണ്ടത് കേട്ടോ. ചുമ്മാ ഡയലോഗ് മാത്രമേ ഉള്ളൂ, വീഡിയോക്ക് വേണ്ടിയുള്ള പ്രഹസനമാണ്. അല്ലടി പൊടി എടി വളരെ സന്തോഷമുണ്ട് കണ്ടോ. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചല്ലോ കേട്ടോ, സത്യമായിട്ടും അടിപൊളി കേട്ടോ. താങ്ക്സ് ഉണ്ട് കേട്ടോ. അവനോട് പ്രത്യേകം പറയണം കേട്ടോ. എന്നെ മോളെ കണ്ണപ്പന്റെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. അടുത്ത മാസം കണ്ണപ്പന്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് ഞാൻ അറിയിക്കും. ഞാൻ അയച്ചുതരാം. ഓക്കെ താങ്ക് യു കൂട്ടാ, താങ്ക് യു. ഇത് ശരിക്കും പറഞ്ഞാൽ അവൾ അവിടുന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അയച്ചതാണ് അമ്മൂസിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം വീഡിയോ കോൾ ആദ്യം ഞാൻ എടുത്ത് റെക്കോർഡ് ചെയ്തതൊന്നും എൻ്റെ ഇത് റെക്കോർഡായില്ല. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ അവളെ വിളിക്കുകയായിരുന്നു. കേക്കെല്ലാം ഞങ്ങൾ പകുതി അപ്പോഴത്തേക്കിന് കട്ട് ചെയ്ത് കഴിഞ്ഞു. രാത്രിയായി. എല്ലാം ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞു. ആദ്യം ഞങ്ങൾ മേടിച്ച കേക്കും ഇപ്പം അവൾ അയച്ചു തന്ന ഈ ഗിഫ്റ്റും ഈ കേക്കും ഞങ്ങളിപ്പോൾ കട്ട് ചെയ്യുകയാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ ക്ലിപ്സ് ഞാനിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. തിരക്കായിരുന്നു, അതുകൊണ്ടൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അനുക്കുഞ്ഞ് വീണ്ടും ശരത്തുമ്മ സ്പെഷ്യൽ താങ്ക്സ്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു.